നമസ്കാരം, മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ശക്തനായ മത്സരാർത്ഥിയാണ് ജിൻഡോ. തുടക്കം മുതൽക്കേ കളം നിറഞ്ഞ കളിക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വഴക്കിലും ഗെയിമിലുമെല്ലാം ജിൻഡോ ഒരുപോലെ മുന്നിലുണ്ട്. ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള പോരാണ് ഈ സീസണിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. ഇപ്പോൾ ബിഗ് ബോസ് 10ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഫൈനലിലേക്ക് കടക്കാൻ ഇനി വെറും ആഴ്ചകൾ മാത്രം. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആരാകും ഇത്തവണ കപ്പുയർത്തുകയെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ബിഗ് ബോസ് വീട്ടിൽ ഈ ആഴ്ച വലിയ ടാസ്കുകളോ ഗെയിമുകളോ ഒന്നുമില്ല. പകരം ഫാമിലി വീക്കായി ആഘോഷിക്കുകയാണ്. രസകരമായ നിമിഷങ്ങൾക്കാണ് വീട്ടുകാരുടെ വരവ് വഴിയൊരുക്കിയത്. നാളുകൾക്ക് ശേഷം വീട്ടുകാരെ കാണുമ്പോൾ പലരും വികാരഭരിതരായി മാറുന്നുണ്ട്. ആകെ മൊത്തം പോസിറ്റീവ് മൂഡാണിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ. ജിൻഡോയുടെ അമ്മയും അച്ഛനുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത്. മുൻപും തന്റെ അമ്മയെക്കുറിച്ച് ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് അമ്മയാണെന്നാണ് ജിൻഡോ പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തമാക്കുന്നതായിരുന്നു ജിൻഡോയുടെ അമ്മയുടെ വരവ്. അമ്മയുടെ മുന്നിൽ ഒരു കുട്ടിയായി മാറുകയായിരുന്നു ജിൻഡോ. ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗമായ ജിൻഡോ ഒരു കൊച്ചുകുട്ടിയായി മാറുന്നതിനും ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചു. ഇതിനിടെ ജിൻഡോയുടെ സിഗരറ്റ് വലി നിർത്താൻ അമ്മ താക്കീത് നൽകിയിട്ടുണ്ട്. ജിൻഡോയെ കല്യാണം കഴിപ്പിക്കണമെന്ന് സഹതാരങ്ങൾ ചോദിക്കുന്നുണ്ട്. അൻസിബയും ഋഷിയും ജിൻഡോയ്ക്ക് അമേരിക്കയിൽ ഒരു കുട്ടിയുണ്ടെന്ന കാര്യം എടുത്തിടുകയും ചെയ്തു. പിന്നാലെ അന്വേഷണം പറഞ്ഞിട്ടുണ്ടെന്ന് ജിൻഡോയുടെ അമ്മ പറഞ്ഞതും ബിഗ് ബോസ് വീടാകെ ചിരിമയമായി മാറി. മല്ലയ്യയുടെ ഇതുവരെ കാണാത്തൊരു മുഖമായിരുന്നു ഇന്നലെ കണ്ടത്. അതേസമയം ജിൻഡോയെക്കുറിച്ച് ജാസ്മിനും അർജുനും പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്. വീട്ടുകാർ ബിഗ് ബോസിന് അകത്തേക്ക് വന്നു തുടങ്ങിയപ്പോൾ മുതൽ പുറത്ത് ജിൻഡോയ്ക്കുള്ള പിന്തുണയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ മത്സരാർത്ഥികൾക്കും ലഭിച്ചു കഴിഞ്ഞു. ആരുടെ വീട്ടുകാരാണ് വരുന്നതെങ്കിലും എല്ലാവരും ജിൻഡോയെ വളരെ കാര്യമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നതും സംസാരിക്കുന്നതും. ജിൻഡോയുടെ ഈ പിന്തുണ അറിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിനും അർജുനും തമ്മിൽ നടന്ന ഒരു സംസാരമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു ജാസ്മിനും അർജുനും തമ്മിലുള്ള സംസാരം നടന്നത്. എവിക്ഷൻ വിഷയത്തിലാണ് സംസാരം തുടങ്ങുന്നത്. നേരത്തെയൊക്കെ എവിക്ഷൻ ഡേയോട് അടുക്കുമ്പോൾ എനിക്ക് വലിയ ടെൻഷനായിരുന്നു. ഞാനാണോ പോകുന്നത് എന്ന് ആലോചിക്കും. ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നായിരുന്നു ജാസ്മിന്റെ വാക്കുകൾ. നിൽക്കാൻ പറ്റുന്ന അത്ര ദിവസം നിൽക്കുക, അതിനുവേണ്ടി എഫേർട്ട് ഇടുക. ജനങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അവർ പുറത്താക്കും. അവരെ പറ്റിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ എന്ന് അർജുനും മറുപടി നൽകുന്നു. ഇതിനുശേഷമായിരുന്നു ജിൻഡോ കപ്പടിക്കുന്നതിനെ കുറിച്ച് ജാസ്മിൻ സംസാരിക്കുന്നത്. എന്റെ പൊന്നെ, ജിൻഡോ ജയിച്ചാൽ എനിക്ക് സഹിക്കില്ല, ബിഗ് ബോസിന് അർത്ഥമില്ലാതായി പോകുമെന്നായിരുന്നു ജാസ്മിന്റെ വാക്കുകൾ. ഈ സംസാരം സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ജാസ്മിന് ജിൻഡോയുടെ അസൂയയാണെന്ന തരത്തിലൊക്കെയാണ് ആളുകൾ ഇതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ ജിൻഡോയെ വലിയ തോതിൽ പ്രേക്ഷകർ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. വലിയ വലിയ ഡയലോഗുകൾ അടിച്ച് എതിരാളിയെ നിലം പരിശാക്കുന്ന മാസ് മസാല ബിഗ് ബോസ് രാജാവ് ഒന്നുമല്ലെങ്കിലും ജിൻഡോ എന്ന മത്സരാർത്ഥിയെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ ചൂണ്ടിക്കാണിക്കുന്നത്. കൂട്ടം കൂടി വന്ന് ചവിട്ടി മെതിച്ചാലും ഒരല്പം പോലും തകരാതെ അവരോട് എതിർത്ത് നിൽക്കുന്ന ജിൻഡോ ചേട്ടനെ ഈ സീസണിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. തന്നെ പലവട്ടം ദ്രോഹിച്ചവരെ ഇദ്ദേഹം മറക്കാതെ പത്തിക്ക് നോക്കി പ്രഹരമേൽപ്പിച്ച് കൈകാര്യം ചെയ്യുന്ന വേറൊരു രീതിയും കൂടിയുണ്ട്. അത് റസ്മിനും ഗബ്രി ജാസ്മിൻ കോംബോകൾക്കും ശരിക്കും മനസ്സിലായിട്ടുള്ളതാണ്. അത് ചിലപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിലായിരിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ട് എതിരാളി മാനസികമായി തകർന്നിരിക്കുമ്പോഴായിരിക്കാം. നോറയ്ക്കും നന്ദനയ്ക്കും ഈ അടുത്ത കാലത്ത് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായതുകൊണ്ടാണ് ഗെയിമുകൾക്ക് പലവിധം എന്ന് പറയുന്നത് പോലെ പക അത് വീട്ടാനുള്ളതാണ്. അത് എവിടെ വെച്ച് എങ്ങനെയെന്നൊന്നും ഈ എക്സ്ട്രാ ഓർഡിനറി രാജാവിനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല, ജിൻഡോ ആരാധകർ അഭിപ്രായപ്പെടുന്നു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.